ജോഫി ജ്യൂസാണ് കുരിശ് ആട് 3 വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മിക്സഡ് റിവ്യൂ ആണ് പടത്തിന്. ചിലവർക്ക് ഇഷ്ടപ്പെടുന്നു, ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ എന്തായാലും ഇന്നലെ പോയി സിനിമ കണ്ടു. തിയേറ്റർ ഏകദേശം ഫുള്ളായിരുന്നു. വേറെ തിയേറ്ററുകളിൽ ടിക്കറ്റ്, നമുക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററുകളിൽ ടിക്കറ്റ് എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ നേരെ ഇനി ആട് 3യിലേക്ക്. നീലക്കൊടുവേലി അല്ലെങ്കിൽ സ്വർണ്ണക്കപ്പ്, ആട്ടിൻകുട്ടി എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിരാശയായിരിക്കും ഫലം. നമ്മൾ ശരിക്കും ഒരു ചെറിയ മനസ്സോടെ ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന മൂഡോടെ ചെന്ന് കാണുകയാണെങ്കിൽ നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ആളുകൾ പറയുന്നതിൽ കാര്യമുണ്ട്, പടം കുറച്ച് ലാഗിങ് ഉണ്ട്. ഈ പടം തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ തോന്നുന്നു. ഇത് ടൈം ട്രാവൽ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഭൂതകാലം, ഭാവി കാലം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലം, എല്ലാ കാലം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നിന്നാണ് പടം തുടങ്ങുന്നത്. അപ്പോൾ ആ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ആരും മരിക്കുന്നില്ല, പിന്നെയും വേറെ സ്ഥലത്ത് പുനർജനിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ഷാജിപ്പാപ്പൻ ടീംസൊക്കെ പല കാലങ്ങളിലായിട്ട് മണ്ടന്മാരായിട്ട് അവരുടെ ഗ്യാങ്ങോട് കൂടി ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. ഫ്യൂച്ചറിൽ നിന്ന് നമ്മുടെ വലിയ വലിയ സെറ്റപ്പിലൊക്കെ കാണിച്ചേക്കുക. സെറ്റപ്പിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. വലിയ സെറ്റപ്പിൽ നിന്ന് കാണിക്കുകയാണ് ലോകം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഭവം നമ്മുടെ ഈ മണ്ടന്മാരുടെ കയ്യിലുണ്ട്. ഈ മണ്ടന്മാരത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ലോകം തന്നെ മാറി മറിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണ്ടന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് പടം നേരെ തുടങ്ങുന്നത്. ഇവരുടെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ആദ്യം നല്ലതിൽ നിന്ന് തുടങ്ങാം. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഡ്യൂഡ് ദാമോദരൻ ഉണ്ണിമകൻ ഡെൽമൻ ഇടക്കൊച്ചി, ആള് കാലയ്ക്ക് അസാധ്യം. വിനായകൻ ഈ പടത്തിൽ ഭയങ്കരമായിട്ട് എന്നെ ചിരിപ്പിച്ചേക്കുന്നത്. നമ്മൾ എന്നെ ചിരിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഇരിപ്പിലിരുന്നാൽ പോലും നമ്മുടെ ഡ്യൂഡ് വിനായകൻ്റെ ആക്ടിങ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നമ്മളറിയാതെ ചിരിച്ചു പോകും. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നൊരു സീനുണ്ട്. ആ സമയത്താണ് പടം പതുക്കെ പിക്കപ്പ് ചെയ്ത് കയറി വരുന്നത് കേട്ടോ. പഴയ കാലം പിന്നെ ഇപ്പോഴത്തെ കാലം കൂടെ മിക്സ് ചെയ്ത് ക്ലൈമാക്സ് എല്ലാം കൂടെ രണ്ട് കാലം കൂടെ ഒരുമിച്ചൊരു സംഭവത്തിലേക്ക് എത്തിക്കാനൊക്കെ ഇങ്ങനെ നോക്കി നമുക്ക് എവിടെ നിന്നൊക്കെ പടം കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എന്ന് തോന്നുമ്പോഴും നമ്മുടെ മിഥുൻ മാനുവൽ എന്ന ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പടം വീണ്ടും തിരിച്ചു വരും. പിന്നെ ഇവരുടെയൊക്കെ ആക്ടിങ് എല്ലാ സംഭവങ്ങളും കൂടുമ്പോൾ താഴേക്ക് കൊണ്ടുപോയിട്ട് ഒരു കുഴിയിലേക്ക് ഇടുന്നില്ല. പടം ആ ആവറേജ് ആ ഗ്രിപ്പ് നിലനിർത്തി തന്നെയായിട്ട് പോകുന്നത്. ആ ചില സമയത്തെ കോമഡിയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് രസിക്കും. പിന്നെ നമുക്ക് ഇത്ര വർഷമായിട്ടും ഇപ്പോഴും ഇതിലെ BGM, ഷാൻ റഹ്മാൻ്റെ ഇടിവെട്ട് BGM ഈ പടത്തിന് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ പുതിയ കാലഘട്ടത്തിൽ മ്യൂസിക്കൊക്കെ ചെയ്തേക്കുന്നത് പുതിയൊരു കക്ഷിയാണെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. എങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇവരെ കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓളം തന്നെയാണ് തിയേറ്ററിൽ. അത് നല്ല ഫീലാണ്. ഷാജിപ്പാപ്പനും കൂട്ടാളികളും, അതിൽ ഒരു കൂട്ടാളി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പടത്തിൽ ഫക്രുവിനെ കയറ്റിയിട്ടുണ്ട്. ആളെ കാണിക്കുമ്പോൾ തന്നെ പടത്തിൽ തന്നെ ആളെ ഊക്കി വിട്ടിട്ടാണ് തുടങ്ങുന്നത്. ആള് സൈലന്റ് ആണ്, നമ്മൾ വിചാരിച്ച പോലെ വെറുപ്പിക്കലൊന്നുമില്ല. കത്തനാർ എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് ഹോളിവുഡ് ലെവൽ സിനിമ, അത്രയും കോടികൾ മുടക്കിയിട്ടുള്ള ജയസൂര്യയുടെ ഒരു മൂവി ഇറങ്ങാനായിട്ട് ഇനിയും സമയം എടുക്കുന്ന പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇത്രയും വർഷമായിട്ട് നമ്മൾ ജയസൂര്യനെ മിസ് ചെയ്യായിരുന്നു. അപ്പോൾ ജയസൂര്യയുടെ വീണ്ടും ഒരു ലൈറ്റ് വെർഷൻ ആയിട്ടുള്ള ഒരു ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു മൂവി കാണാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ പടം ധൈര്യമായിട്ട് പോയി കാണാം. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് പോവുക, ഒരു പോപ്കോണൊക്കെ ആയിട്ട് പിടിച്ച് പോവുക. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബോറടിക്കുന്ന സമയത്തൊക്കെ പോപ്കോണൊക്കെ കഴിച്ച് ഒന്ന് ബാലൻസ് ചെയ്യും. അല്ലെങ്കിൽ പിള്ളേർക്കാണെങ്കിൽ ആ സമയത്തൊക്കെ ചിലപ്പോൾ രസിച്ചു കൊള്ളണമെന്നില്ല. നമുക്ക് ഈ പടത്തിൽ ഒരുപാട് പേരെ കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ധർമ്മജം ഗാട്ടിയും ഈ പറഞ്ഞ പോലെ കുറേ ആയിട്ട് മിസ്സായിരുന്ന സമയമായിരുന്നല്ലോ. അപ്പോൾ ആൾ ഈ പടത്തിൽ അങ്ങോട്ട് അഴിഞ്ഞാടാം കേട്ടോ. എല്ലാ സമയത്തും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. ചില കൗണ്ടറുകൾ ചില കാലഘട്ടത്തിൽ കോമഡിയൊക്കെ ആളുടെ നല്ല രസമുണ്ട്. ചില സമയത്ത് ജയസൂര്യയേക്കാൾ സ്കോർ ചെയ്യുന്ന ആളാണ്. എനിക്ക് ജയസൂര്യയേക്കാൾ ഇഷ്ടപ്പെട്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഡ്യൂഡ് വിനായകനെയാണ്. നല്ല രസമായിട്ടുണ്ട്. പിന്നെ സണ്ണി വേ ഇത് വെറുപ്പിക്കലായിട്ട് തോന്നിയത് സണ്ണി വേന്റെ ഇൻട്രോയും കൊടുത്തേക്കുന്നത് അടിപൊളിയായിട്ട്. ചാത്താൻ സേവ്യറിനെ കൊടുത്തേക്കുന്നതൊക്കെ നല്ല രോമാഞ്ചിഫിക്കേഷനിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ എത്ര ആൾക്കാർ അഭിനയിച്ചേക്കുന്നത്, നമ്മൾ കാണാൻ കൊതിക്കുന്ന കുറെ ആൾക്കാർ വീണ്ടും തിരിച്ചു വന്നേക്കുന്നത്. അതായത് നിർമ്മൽ പാലാഴി, നോബി ഐറ്റം ഡാൻസിൽ വേദികയൊക്കെ വന്ന് കയറുന്നുണ്ട്. ഐറ്റം ഡാൻസിന്റെ ആവശ്യം ഉണ്ടായിരുന്ന എന്തെങ്കിലും. പിന്നെ നമ്മുടെ സർബത്ത് ഷമീറായിട്ട് വിജയ് ബാബു, സുധി കോപ്പ, രഞ്ജി പണിക്കര് എന്ന് വേണ്ട ഒരുപാട് താരങ്ങളാണ് ഇന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പടത്തിന് നമുക്കൊരു ബാഹുബലിയുടെയൊക്കെ ലൈറ്റ് വെർഷൻ അങ്ങനെയൊക്കെ സങ്കല്പിച്ച് പോയാൽ മതി. നമ്മളിത് ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമ എന്നൊക്കെ ചിന്തിച്ച് പോകുമ്പോഴാണ് നമ്മൾ നിരാശരാകുന്നത്, അങ്ങനെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ ആർട്ട് വർക്ക് ആണെങ്കിലും ഗ്രാഫിക്സ് ആയാലും VFX ആയാലും എല്ലാം വളരെ ലൈറ്റായിട്ട് ഒരു കോമഡി പടത്തിനെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് പലരും സ്കിറ്റായിട്ട് തോന്നുന്നൊക്കെ പറഞ്ഞത്. മേക്കപ്പും അല്ലെങ്കിൽ ആർട്ട് വർക്കും ഒക്കെ ഭയങ്കര ഹൈ നിലവാരമൊന്നും പുലർത്തുന്നില്ല. പക്ഷെ ആ സിനിമയ്ക്ക് ഇത് മതി, ആ ലെവലിൽ തന്നെ
തന്നെയാണ് അവർ ചിത്രീകരിച്ചേക്കുന്നത്. മിഥുൻ മാനുവൽ സമീപിച്ചേക്കുന്നത് ആ നിലയ്ക്കാണ്. എങ്കിലും ചില സ്ഥലത്ത് പടം ഈ മണ്ടന്മാർ ചിലപ്പോൾ സീരിയസ് ആയി പോകുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് മിസ്സിങ്ങുകൾ, ചില സമയത്ത് പടത്തിരി സീരിയസ് ആകുന്ന പോലെ തോന്നുന്നു. അങ്ങനെയൊക്കെ വന്നേക്കുന്ന കുറച്ച് പാകപ്പിഴകളല്ലാതെ പടം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ആസ്വദിച്ച് കാണാം. ക്ലൈമാക്സിൽ എത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബാഹുബലി 2 നേരെ ഒരു എൻട്രി വെച്ചേക്കുന്ന പോലെ പടം ഒന്നുമില്ലാത്ത സ്ഥലത്ത് ചെന്ന് അവസാനിക്കുകയാണ്. 2 വരുന്നു, അത് ഇതിനേക്കാളും അടിപൊളിയായിരിക്കും എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. പിന്നെ നല്ലത് പറഞ്ഞ് തീർത്തില്ലല്ലോ, അതിനകത്ത് വേറൊരു സംഭവം, ഇതിനകത്ത് കുറച്ച് വിദേശ താരങ്ങൾ, പ്രത്യേകിച്ച് ഒരു ലേഡീനെ കാണിക്കുന്നുണ്ട്, അവരുടെ പേര് എനിക്കറിയില്ല. അവരുടെ ആക്ടിങ് അടിപൊളി, ആക്ഷൻ സീൻസ് ആണ് അവർ നല്ല നൈസായിട്ട്, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ലേഡി ഫൈറ്റർ മലയാളത്തിൽ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കാണുന്നത്. അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പഴയ കാലഘട്ടത്തിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഊളിയിടുമ്പോഴാണ് നമുക്കൊരു ചെറിയൊരു എഴ്ച്ചിൽ അനുഭവപ്പെടുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വാച്ചബിൾ മൂവിയാണ്. ഭയങ്കര ആന സംഭവം, തേങ്ങ സംഭവം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ സത്യം പറയാതെ നിരാശയായിരിക്കും ഫലം. അപ്പോൾ ഒരു പോപ്കോണൊക്കെ പിടിച്ച് ഒരു സമൂസയും പപ്സൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് കാണാനുള്ള ഒരു മൂഡാണെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണാം. നിങ്ങളെ പടം രസിപ്പിക്കും. അതല്ല ആട് 1 ആട് 2 എന്നുള്ള സങ്കല്പത്തിലൊക്കെ പോയി, ഈ പടത്തിൽ ആട് എന്ന് പറയുന്ന ഒരു ബന്ധമേ ഇല്ല. ആട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആകെ തന്നെ ജയസൂര്യ മഹാരാജാവ് പത്മനാഭൻ സംതിങ് ആണ്. അപ്പോൾ ആളിങ്ങനെ ഇരിക്കുമ്പോൾ ആടിൻ്റെ തലയുള്ള 2 വലിയൊരു സിംഹാസനം കാണിക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ആടായിട്ടുള്ള കണക്ഷൻ ഈ പടത്തിൽ. ആടിനെ കാണിക്കുന്നുണ്ട്, എപ്പോഴും ഒരു ആടിനെ കാണിക്കുന്നുണ്ട്, അല്ലാതെ ആ പേരായിട്ടൊരു ആട് എന്നുള്ളൊരു സംഭവമില്ല. പിന്നെ കോമഡീസൊക്കെ ചില സമയത്തൊക്കെ നല്ല രസമായിട്ട് നമ്മൾ ചിരിച്ചിരിക്കും. കൂടുതലും വെർബൽ കോമഡീസ് ആട്ടോ. പിന്നെ ശ്രിൻ്റെയൊക്കെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ സീനൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ പടത്തിൽ വേറെ ആളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ചില സമയത്ത് നമുക്ക് ഇത് വേണമായിരുന്നു എന്ന് തോന്നും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് നെഗറ്റീവ്സ് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ പടം നമുക്ക് രസിച്ചിരുന്ന് കാണാം. ആക്ഷൻ സീൻസ് ആണെങ്കിലും രസമായിട്ടുണ്ട്. പിന്നെ ഫൈറ്റിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടെ അവർ എഫേർട്ട് എടുത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ ഈ ബ്രഹ്മാണ്ഡ ചിത്രം എന്ന് പറഞ്ഞിട്ടൊന്നും നിങ്ങൾ പോവാതെ സിമ്പിളായിട്ട് ചിന്തിച്ച് സിമ്പിളായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രസിച്ചിരുന്ന് കാണാവുന്നതാണ്. ഫാമിലിക്കായിട്ട് ധൈര്യമായിട്ട് പോവാം. എല്ലാവരുടെയും ചായ ഗ്ലാസ്സിലെ ചായ ആയിട്ട് തോന്നുന്നില്ല ഈ പടം. പക്ഷേ ആട് 1ഉം ആട് 2ഉം ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർ ഈ ആടിൻ്റെ വേറൊരു വെർഷനായിട്ട് ഈ സിനിമേനെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രസമായിട്ടിരുന്ന് കാണാം. ജയസൂര്യയുടെ ഗെറ്റപ്പൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മുണ്ട് ഡബിൾ കളറാണെങ്കിൽ ഈ പ്രാവശ്യം വരെയുള്ള ഡ്രസ്സൊക്കെ, അതായത് ഇവിടെ ഒരു കളറ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ കളർ, അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി സാധനങ്ങളാണ് സരിത സൂര്യയ്ക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഒന്നും പാളിപ്പോയിട്ടൊന്നുമില്ല. ഈ മിഥുൻ മാനുവലിൻ്റെ കയ്യിലെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് പടം തുടങ്ങി ഈ കുറേ ഇൻട്രോ സീനുകളൊക്കെ നമുക്ക് ഇത്തിരി എഴ്ച്ചിലൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും പടം എവിടെയൊക്കെയോ നമ്മളെ രസിപ്പിക്കും. വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും നമ്മൾ ചിരിക്കും. അങ്ങനെ തന്നെ സമീപിക്കുക. ഭയങ്കര സംഭവം എന്നുള്ള പ്രതീക്ഷയിൽ പോകാതിരിക്കുക. എൻ്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. ഒരു 10 നമുക്കൊരു 7 ഒക്കെ കൊടുക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷങ്ങളായിട്ട് പിന്നീട് കാണാം. താങ്ക്